ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇതൊരു സ്വർഗീയ സന്ദേശമാണ്. മനുഷ്യരാശിക്ക് മുഴുവൻ പ്രത്യാശ ഉയർത്തുന്ന സന്ദേശം. വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, ധനവാനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കുമുള്ള സന്ദേശം. ഓരോ വ്യക്തിക്കുമായി നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യാശയുടെ സന്ദേശം. ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. ഐതിഹ്യങ്ങളിൽ ഒതുങ്ങുന്നതോ സങ്കല്പങ്ങളിൽ നിന്ന് മെനഞ്ഞെടുത്തതോ ആയ ഒന്നല്ല ക്രിസ്തു ചരിത്രം. അത് ചരിത്ര സംഭവമാണ്. ക്രിസ്തുമതം ചരിത്രത്തിന് പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് നാം വായിക്കുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അഗസ്തോസ് കൈസരുടെ ഭരണകാലത്ത് കുറേന്യോസ് സൂര്യനാട് വാഴുമ്പോൾ, യഹൂദ്യായിലെ രാജാവ് ഹെരോദാസ് ആയിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജനനം സംഭവിച്ചതായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു ചരിത്രത്തിൽ കാലത്തിന് മാത്രമല്ല സ്ഥലത്തിനും പ്രാധാന്യമുണ്ട്. യഹൂദയിലെ ദാവീദിന്റെ പട്ടണം എന്നറിയപ്പെടുന്ന ബേത്ലഹേമിലാണ് ക്രിസ്തു ജനിച്ചത്. സ്ഥിരീകരിക്കാവുന്ന സാക്ഷ്യങ്ങൾ അവിടെയുണ്ട്. ദൈവം സ്ഥലകാല പരിമിതികൾക്കുള്ളിലേക്ക് കടന്നു വന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സൃഷ്ടിതാവായ ദൈവം സൃഷ്ടിയുടെ ഭാഗമായി തീർന്ന അത്ഭുത സംഭവം. ക്രിസ്തു ചരിത്ര പുരുഷനെന്ന് മാത്രമല്ല, ചരിത്രത്തെ നയിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ്. ലോക ചരിത്രം തന്നെ ക്രിസ്തുവിന് മുൻപും പിൻപുമായിട്ട് വിഭജിക്കപ്പെട്ടു. ലോക ചരിത്രം ക്രിസ്തുവിന്റെ നിയന്ത്രണത്തിന് വിധേയമാണ്. സകലത്തെയും ഒരു ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് അവിടുന്ന് നയിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മാലാഖ അറിയിച്ചതിന്റെ അർത്ഥം പ്രതീക്ഷകളുടെ സാക്ഷാത്കാരം അഥവാ പ്രവചനങ്ങളുടെ പൂർത്തീകരണം കൈവന്നു എന്നാണ്. ലോകത്തിൽ ആരെക്കുറിച്ചും ഇത്രയധികം വിശദീകരണങ്ങൾ അവിടെ നൽകിയതായിട്ട് കാണുന്നില്ല. കന്യകയിൽ നിന്നും ജനിക്കുമെന്നും ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ ആ ജനനം സംഭവിക്കുമെന്നും തന്മൂലം അന്ധതമസ്സിലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിക്കുമെന്നും സൂചിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ദൗത്യം എന്താണ് എന്നതിനെ പറ്റിയും പ്രവചനങ്ങളുണ്ട്. യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ള എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം തിരുജന്മത്തിൽ സംഭവിച്ചു എന്നാണ് അവിടുന്ന് ക്രിസ്തുവാകുന്നു എന്ന വിശേഷണത്തിൽ കൂടി വെളിപ്പെടുന്നത്. അവിടുന്ന് രക്ഷകനാണ്. യേശുവിന്റെ ഏറ്റവും വലിയ സ്ഥാനം അവിടുന്ന് രക്ഷകനാകുന്നു എന്നുള്ളതാണ്. യേശു എന്ന പേരിനർത്ഥം രക്ഷകൻ എന്നാണ്. ഗബ്രിയേൽ മാലാഖ പ്രസ്താവിക്കുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഒരുക്കിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. സക്കറിയ പുരോഹിതൻ പരിശുദ്ധാത്മപൂർണനായി പറയുന്നു, ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു എന്ന്. ഈ അനുഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ വർത്തമാനകാല അനുഭവങ്ങളുമായിട്ട് ഒന്നിച്ചു വെക്കുവാനായിട്ട് സാധിക്കണം. ക്രിസ്മസ് ഒരു ഭൂതകാല സംഭവം മാത്രമല്ല. വർഷം തോറും അത് ആഘോഷിക്കുകയും അത് ആഹ്ലാദം പങ്കെടുക്കുകയും ഉള്ള ഒരു അവസരം മാത്രമല്ല. ആ ദിവസം കഴിയുമ്പോൾ ആ ദിവസത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ല. ക്രിസ്മസിന്റെ സന്ദേശത്തെ, നമുക്കൊരു രക്ഷകന് ലഭിച്ചിരിക്കുന്നു എന്നുള്ള അനുഭവത്തെ വർത്തമാനാനുകൂല സംഭവമാക്കി മാറ്റണം. ഓരോ ദിവസത്തെയും ജീവിതത്തിൽ അത് പ്രതിഫലിക്കുവാൻ വേണ്ടി നമ്മൾ ഇടം നൽകണം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.